ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ക്രാഫ്റ്റ് വർക്കൊന്നുമല്ല, ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത് ഞാൻ ഉപയോഗിക്കുന്ന എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ പറ്റിയാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എഡിറ്റിങ്ങിന് ഏത് സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്, ഏത് ആപ്ലിക്കേഷനിലാണ് എഡിറ്റ് ചെയ്യാറ് എന്ന്. ഞാൻ ഉപയോഗിക്കുന്നത് അഡോബ് പ്രീമിയർ എന്ന സോഫ്റ്റ്വെയറാണ്. ആ സോഫ്റ്റ്വെയറിൽ ഞാൻ ചെയ്യുന്ന എഡിറ്റിംഗ് ടിപ്സ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുകയാണ്. എല്ലാവരും വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണും. ഈ വീഡിയോ ഒരുപാട് ലെങ്ത്തിലാണ് ചെയ്തേക്കുന്നത്, കാരണം ചെറിയ ചെറിയ ഷോട്ടുകളാക്കി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ മനസ്സിലാവുകയില്ല. ഈ ഒരു വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ എഡിറ്റ് ചെയ്യുവാൻ സാധിക്കും. ഈ ഒരു വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി നല്ലൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ എഡിറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത് അഡോബ് പ്രീമിയർ പ്രോ CH6 എന്ന സോഫ്റ്റ്വെയർ ആണ്. ആദ്യമായിട്ട് ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുവാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് വരിക. അതിൽ ന്യൂ പ്രൊജക്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരും. അതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റിന് ഒരു നെയിം കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ബോട്ടിൽ ആർട്ടിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ബോട്ടിൽ ആർട്ട് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ പ്രൊജക്റ്റ് സേവ് ചെയ്യുവാനായി ഒരു ഫോൾഡർ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായി ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ തന്നെയാണ് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ ഫോൾഡറിലേക്കായിരിക്കും നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ് സേവ് ആവുന്നത്. It's all about humanity. ആ ഫോൾഡറിനൊരു നെയിം കൊടുക്കുക. നെയിം പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന നെയിം തന്നെ കൊടുക്കുക. അതിനുശേഷം ആ ഫോൾഡർ സെലക്ട് ചെയ്ത് അത് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അവിടെ ഓൾറെഡി ഫോൾഡർ പാത്ത് സെറ്റായിട്ടുണ്ട്. അതിനുശേഷം ഓക്കെ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരും. ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എത്ര ഫ്രെയിം സൈസിലാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് 1080 HD എന്ന ഓപ്ഷനാണ്. അപ്പോൾ HD ഓപ്ഷൻ നമുക്ക് എടുക്കാം. അതുപോലെ അതിൽ കുറഞ്ഞ ക്വാളിറ്റിയിലും എടുക്കുവാൻ സാധിക്കും. ഓരോ ക്വാളിറ്റി നിങ്ങൾക്ക് ഏത് ക്വാളിറ്റിയാണോ വേണ്ടത് ആ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രെയിം സൈസാണ്. നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയിൽ എത്രയാണോ ഫ്രെയിം സൈസ് ഉള്ളത് അതേ ഫ്രെയിം സൈസ് തന്നെ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ വീഡിയോയുടെ ഫ്രെയിം സൈസ് അറിയുവാനായി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ തന്നെ നിങ്ങളുടെ എടുത്ത വീഡിയോയുടെ ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര ഫ്രെയിം സൈസാണോ ഉള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേ ഫ്രെയിം സൈസിൽ തന്നെ ഇതും ചെയ്തെടുക്കാൻ ശ്രമിക്കാം. ഇതിൽ ഓരോ ക്വാളിറ്റി വരുമ്പോഴും അതിൻ്റെ ഫ്രെയിം സൈസിലും കാര്യങ്ങളിലൊക്കെ ഡിഫറൻസ് വരും. അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പണായി വരിക. അങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ 4 വിൻഡോസാണ് ഉണ്ടാവുക. ഇതിൽ താഴത്തേത് പ്രൊജക്റ്റ് വിൻഡോ ആണ്, മുകളിലുള്ളത് സോഴ്സ് വിൻഡോ. നമ്മൾ എഡിറ്റ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ആദ്യമായിട്ട് പ്രൊജക്റ്റ് വിൻഡോയിലേക്കാണ് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനായി പ്രൊജക്റ്റ് വിൻഡോയിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പണായി വരും. അതിൽ നമുക്ക് വേണ്ട വീഡിയോ സെലക്ട് ചെയ്ത് എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് ഇമ്പോർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോയും ഇപ്പോൾ പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് ഇമ്പോർട്ട് ആവുന്നുണ്ട്. അങ്ങനെ ആയിക്കഴിയുമ്പോൾ കുറച്ച് ടൈം എടുക്കും അതൊന്ന് ലോഡായി വരുവാൻ. അതുവരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ ഇൻട്രോയും മ്യൂസിക്കും എല്ലാം ഞാൻ ഒരു ഫോൾഡറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഞാൻ ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. അതും ഇതിലേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ട്. ശേഷം ഓക്കെ എന്ന ഓപ്ഷൻ കൊടുക്കുക.
എല്ലാ വീഡിയോസും ഇപ്പോൾ ലോഡായി വന്നിട്ടുണ്ട്. അതിൽ ഞാൻ ആദ്യത്തെ വീഡിയോ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സോഴ്സ് വിൻഡോയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സോഴ്സ് വിൻഡോയിൽ വെച്ച് നമുക്ക് ആ വീഡിയോ എത്രത്തോളം ഭാഗമാണോ നമുക്ക് വേണ്ടത് അത് കട്ട് ചെയ്ത് എടുക്കുവാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് ഐ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഒ അടിച്ചു കഴിഞ്ഞാൽ എൻഡിങ് പോയിൻറ്റും കിട്ടുന്നതാണ്. ഐ ആൻഡ് ഒ കീബോർഡിൽ ഐ എന്ന കീ പ്രസ് ചെയ്താൽ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും കീബോർഡിൽ ഒ എന്ന കീ പ്രസ് ചെയ്താൽ എൻഡിങ് പോയിൻറ്റും കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് വേണ്ടത്ര ഭാഗം മാത്രം സെലക്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമുക്ക് വേണ്ട ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഡ്രാഗ് വീഡിയോ ഓൺലി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ വീഡിയോ മാത്രമായിട്ട് മാറ്റുവാൻ സാധിക്കും. അതുപോലെ ഓഡിയോ ഓൺലി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഓഡിയോ മാത്രമായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഇത് രണ്ടും വേണമെങ്കിൽ ആ വീഡിയോയുടെ മുകളിൽ ക്ലിക്ക് ചെയ്ത് മൗസ് പോയിൻ്റർ വെച്ച് ഡ്രാഗ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇടുന്നത് അതിൻ്റെ വീഡിയോ മാത്രമാണ്. അത് ഡ്രാഗ് ചെയ്ത് താഴെ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ വരാം. അതിൽ സീക്വൻസ് ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന സീക്വൻസിൽ തന്നെ ആക്കി എടുക്കുവാൻ സാധിക്കും. നമ്മുടെ വീഡിയോക്ക് അനുസരിച്ചുള്ള സീക്വൻസാണ് ഇവിടെ വരിക. അത് ഡ്രാഗ് ചെയ്ത് ഇട്ടതിന് ശേഷം ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ കുറച്ചുകൂടി സ്ലോ മോഷനിലേക്ക് ആക്കുവാൻ വേണ്ടി അതിൻ്റെ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് റൈറ്റ് ബട്ടൺ, മൗസ് പോയിൻ്ററിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻസ് വരും. അതിൽ സ്പീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ സ്പീഡ് കുറക്കാവുന്നതാണ്. സ്പീഡ് കുറച്ച് കഴിയുമ്പോൾ ആ വീഡിയോ സ്ലോ മോഷനായിട്ടാണ് പ്ലേ ആവുക. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എത്രത്തോളം അത് സ്ലോ ആവുന്നുണ്ട് എന്നുള്ളത്. അതിനുശേഷം രണ്ടാമത്തെ വീഡിയോയും ഇതുപോലെ ഫസ്റ്റ് ചെയ്ത അതേ പ്രോസസ്സിൽ തന്നെ ഡ്രാഗ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. അതും സ്ലോ മോഷൻ ആക്കുന്നുണ്ട്. സ്ലോ മോഷൻ ആക്കുമ്പോൾ ആ വീഡിയോക്ക് നല്ലൊരു സ്റ്റെബിലൈസേഷൻ കൂടി കിട്ടുന്നതാണ്. എല്ലാ വീഡിയോസും ഇതുപോലെ തന്നെ സ്ലോ മോഷനിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ആദ്യത്തെ ഇൻട്രോ ഭാഗത്തിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ സ്ലോ മോഷനിൽ ചെയ്തെടുക്കുന്നുള്ളൂ. അങ്ങനെ വീഡിയോ ഡ്രാഗ് ചെയ്തിട്ടതിന് ശേഷം ആ വീഡിയോ വേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ, കീബോർഡിൽ ഡിലീറ്റ് എന്ന കീ പ്രസ് ചെയ്താൽ ആ വീഡിയോ അവിടെ നിന്ന് ഡിലീറ്റ് ആവുന്നതാണ്. അതുപോലെ സ്പീഡ് കുറക്കുന്ന പോലെ തന്നെ വീഡിയോയുടെ സ്പീഡ് കൂട്ടുവാനും സാധിക്കും. വീഡിയോയുടെ സ്പീഡ് കൂട്ടുവാനായി ആ 100 എന്നുള്ള അവിടെ 100ന് മുകളിലേക്കുള്ള കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോയുടെ സ്പീഡ് കൂടുകയും 100ന് താഴെയുള്ള കൗണ്ടാണ് കൊടുക്കുന്നതെങ്കിൽ വീഡിയോയുടെ സ്പീഡ് കുറയുകയാണ് ചെയ്യുന്നത്.
ഇത്രയും വീഡിയോസ് ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ വീഡിയോക്ക് ഒരു ഇൻട്രോ ആണ് വെക്കുന്നത്. ഇൻട്രോ ഞാൻ ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട്. ആ ഇൻട്രോ ഞാൻ ഇതിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇൻട്രോ ഞാൻ സൗണ്ട് അടക്കമുള്ള വീഡിയോ ആണ് ഡ്രാഗ് ചെയ്ത് താഴേക്ക് വെക്കുന്നത്. പുറകിലോട്ട് വരുന്നതാണ്. അതുപോലെ മുന്നിലോട്ടാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ എൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ജെ എന്ന കീവേഡും എൽ എന്ന കീവേഡും പ്രസ് ചെയ്യുമ്പോഴുള്ള മാറ്റം നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ വീഡിയോ പൗസ് ചെയ്യുന്നുണ്ടെങ്കിൽ കെ എന്ന കീവേഡ് പ്രസ് ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ വേറൊരു ഫോണിൽ എടുത്തുകൊണ്ടാണ്, അതിൻ്റെ ഫ്രെയിം സൈസ് ഡിഫറൻസ് ആണ്. അപ്പോൾ അത് ചെറുതായിട്ടാണ് ഇതിൽ വരിക. അത് സ്ക്രോൾ ചെയ്ത് വലുതാക്കാൻ
എല്ലാ വീഡിയോയും ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓഡിയോ നേരത്തെ ചെയ്ത പോലെ ഓഡിയോ ഗെയിൻ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് അതിൽ മാറ്റം വരുത്താവുന്നതാണ്. സ്റ്റെബിലൈസേഷൻ വേണേൽ സ്റ്റെബിലൈസേഷനും ചെയ്യാവുന്നതാണ്. ആദ്യം ചെയ്ത പോലെ തന്നെ ഓഡിയോ കട്ട് ചെയ്തതിന് ശേഷം വീഡിയോ മാത്രമായിട്ട് ഡ്രാഗ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാ വീഡിയോസും ഇട്ടതിന് ശേഷം അതിൻ്റെ സ്പീഡിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തുക. ചില വീഡിയോസ് ഞാൻ സ്ലോ മോഷനിലാക്കുന്നുണ്ട്, ചിലതൊക്കെ സ്പീഡ് കൂട്ടിയിട്ടാണ് ചെയ്യുന്നത്. ആദ്യം ചെയ്തു വന്ന അതേ പ്രോസസ്സിൽ തന്നെ എല്ലാ വീഡിയോസ് ഡ്രാഗ് ചെയ്തിടുമ്പോഴും അത് തന്നെ ചെയ്യുക. അതുപോലെ സ്റ്റെബിലൈസേഷൻ വേണ്ടടുത്ത് സ്റ്റെബിലൈസേഷൻ കൊടുക്കുക, ഓഡിയോ ചേഞ്ച് വേണ്ടടുത്ത് ഓഡിയോ ചേഞ്ച് കൊടുക്കുക. അതിനുശേഷം അടുത്ത വീഡിയോ ഡ്രാഗ് ചെയ്ത് ഇടുക. ഓരോ വീഡിയോ ഡ്രാഗ് ചെയ്ത് ഇടുമ്പോഴും നിങ്ങളുടെ താല്പര്യമനുസരിച്ച് നിങ്ങൾക്ക് പലവിധ അഡ്ജസ്റ്റ്മെൻറ്റുകൾ അതിൽ ചെയ്യാവുന്നതാണ്. അതിൽ പല പല ഓപ്ഷൻസ് ഉണ്ട് അത് ചെയ്യുവാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെ താല്പര്യമനുസരിച്ച് ഏത് രീതിയിൽ നിങ്ങൾക്ക് ഈ വീഡിയോ അറേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. എത്രത്തോളം ഭാഗമാണോ നിങ്ങൾക്ക് വേണ്ട അത്രയും ഭാഗം മാത്രം നിങ്ങൾ ഡ്രാഗ് ചെയ്തിട്ടാൽ മതി. ഡ്രാഗ് ചെയ്തിട്ടതിന് ശേഷം ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ഭാഗം കട്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പില് കുറച്ച് ഗിൽറ്റർ പേപ്പർ ഇതുപോലെ മുറിച്ചെടുക്കണം. ഇങ്ങനെ ഡ്രാഗ് ചെയ്തിടുമ്പോൾ ചില വീഡിയോസ് ഈ ഫ്രെയിമിൽ കൊള്ളാതെ വരാം. ആ വീഡിയോസൊക്കെ വേറെ ഒരു മൊബൈൽ പിടിച്ചത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഒരേ മൊബൈൽ തന്നെ പിടിച്ച വീഡിയോസ് ആണെങ്കിൽ എല്ലാം ഒരേ ഫ്രെയിം സൈസിൽ തന്നെയായിരിക്കും ഉണ്ടാവുക. പല മൊബൈൽ പിടിക്കുമ്പോൾ പല മൊബൈൽസിനും പല ഫ്രെയിം സൈസുകളാണ് ഉണ്ടാവുക. അതിനനുസരിച്ച് ചില ഡിഫറൻസ് വരും. നമുക്ക് ഇതുപോലെ കിട്ടും. അതുപോലെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണിത്. ഇനി നമ്മള് ഇത് ഈ ബോട്ടിലിന്റെ മുകൾ ഭാഗത്ത് ഇത് മൊത്തമായിട്ടൊന്ന് ഒട്ടിക്കുകയാണ്. Asking for forgiveness, 'cause you should know only fools tread where the angels fear to go, but you keep trying to get too close. Save myself by turning into stone, so save your judgment 'cause you just don't know. But some things never change. Oh, they say I should feel guilty and change my ways, leaving crumpled bodies in my wake. Swear I didn't mean to make them break. But they're so delicate and so mundane, and they keep coming like a moth to a flame. Oh, some things never change. You break your back to make me
ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ബോട്ടിൽ ആർട്ട്. ഇത് നല്ലോണം കളർ ചേഞ്ച് ഒക്കെ വരുത്തി നല്ല ഡിസൈൻ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കടക്കം ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ബോട്ടിൽ ആർട്ട് ഇഷ്ടമായാൽ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോയുമായി ഇനി അടുത്ത ദിവസം കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണം.
അടുത്തായിട്ട് ഔട്ട്രോ വെക്കുവാനായി ഞാൻ 2 വീഡിയോ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോസ് ഡയറക്റ്റായിട്ട് അതിൽ നിന്ന് ഡ്രാഗ് ചെയ്ത് ഇപ്പുറത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. അത് ഓഡിയോയും വീഡിയോയും അടങ്ങിയ ഒരു ഫയലാണ്. അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു വാട്ടർമാർക്ക് രൂപത്തിലുള്ള എൻ്റെ ചാനലിൻ്റെ പേര് തന്നെയാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൽ ഫോണ്ട് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോണ്ടിൻ്റെ സൈസ് മാറ്റാം, അതുപോലെ ഡിസൈൻസ് മാറ്റാം, കളർ ചേഞ്ച് ചെയ്യാം. എല്ലാ തരത്തിലുള്ള ഓപ്ഷൻസും ഇതിൽ തന്നെയുണ്ട്.
ഇങ്ങനെ ഫോണ്ട് ടൈപ്പ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓപ്പോസിറ്റ് എന്ന ഓപ്ഷനിൽ അതിൻ്റെ ലെവൽ കുറച്ച് വെച്ചാൽ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറയുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു വാട്ടർമാർക്ക് ലെവലിലേക്ക് ആ ഫോണ്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതിനായി അത് സെലക്ട് ചെയ്ത് ഓപ്പോസിറ്റ് ലെവൽ കുറക്കാവുന്നതാണ്. അതുപോലെ അതിൻ്റെ സൈസ് കുറക്കാം, അതിൻ്റെ ഡിസൈൻസ് മാറ്റാം, പലതരത്തിലുള്ള ചേഞ്ചസ് നിങ്ങൾക്ക് വരുത്താം നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. അങ്ങനെ നമുക്ക് വേണ്ട ടൈറ്റിൽ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ടൈറ്റിൽ പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് വരുന്നതായിരിക്കും. പ്രൊജക്റ്റ് വിൻഡോയിൽ നിന്ന് ആ ടൈറ്റിൽ നമ്മൾ നേരത്തെ ഡ്രാഗ് ചെയ്ത് വെച്ച അതേ സ്ഥലത്തേക്ക് ഡ്രാഗ് ചെയ്ത് ഇടുകയാണ് ചെയ്യുന്നത്. ഏത് വീഡിയോയുടെ മുകളിലാണോ നമുക്ക് ആ ടൈറ്റിൽ വേണ്ടത് ആ വീഡിയോയുടെ മുകളിലേക്ക് കൊണ്ടുവയ്ക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എത്രത്തോളം ഭാഗത്ത് അത് വേണം എന്നതനുസരിച്ച് അത് സ്ക്രോൾ ചെയ്ത് വലിക്കാവുന്നതാണ്. എത്രത്തോളം നിങ്ങൾക്ക് വേണോ അത്രത്തോളം നിങ്ങൾക്ക് വലിച്ചു നീട്ടാവുന്നതാണ്. അതിനുശേഷം ഞാൻ ഈ വീഡിയോയിലേക്ക് എൻ്റെ ചാനലിൻ്റെ ലോഗോ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോഗോ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലുള്ള പേരും ഇൻസ്റ്റഗ്രാമിലുള്ള പേരും യൂട്യൂബിലുള്ള പേരും അടങ്ങിയ ഒരു ലോഗോ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചെയ്തേക്കുന്നത് ഫോട്ടോഷോപ്പിലാണ്. ഫോട്ടോഷോപ്പിൽ PNG ഫയലായിട്ടാണ് ചെയ്തേക്കുന്നത്. അത് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഡ്രാഗ് ചെയ്ത് വെച്ചതിന് ശേഷം അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. നമ്മുടെ താല്പര്യം അനുസരിച്ച് മുകളിലോ താഴെയോ ഇത് വെക്കാവുന്നതാണ്. ഞാനിപ്പോൾ താഴെയാണ് വെക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് സബ്സ്ക്രൈബ് ആൻഡ് നോട്ടിഫൈഡ് ബെല്ലൈക്കൺ എന്ന ഒരു PNG ഫയൽ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഓൾറെഡി ഒരു ചെറിയൊരു വീഡിയോ ആണ്. നെറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ പച്ച ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും ഉണ്ടാവുക. ഇത് നേരെ നമ്മൾക്ക് ഏതിൻ്റെ മുകളിലേക്കാണോ വെക്കേണ്ടത് അതിൻ്റെ മുകളിലേക്ക് ഡ്രാഗ് ചെയ്ത് വെക്കുക.
അതുപോലെ ഇതിൻ്റെ മുകളിൽ വെക്കാനുള്ളതൊക്കെ ഇതുപോലെ ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ മുകളിൽ വേറൊരു ഇമേജ് വെക്കണമെങ്കിലോ ഇതിന് മുകളിൽ വേറൊരു വീഡിയോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. ഗിൽറ്റർ പേപ്പർ ആണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് അതിനായിട്ട് സാധനങ്ങൾ നോക്കാം. ആദ്യം തന്നെ പല തരത്തിലുള്ള ഗിൽറ്റർ പേപ്പർ വേണം, ഒരു ക്ലീൻ ചെയ്ത ബോട്ടിൽ വേണം, ഈ വീഡിയോസിൻ്റെ ഇടയ്ക്ക് വേണേൽ ഇതുപോലെ ടൈറ്റിൽസ് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതി കൊടുക്കാവുന്നതാണ്.
ഈ എഫക്ട്സ് എന്ന ഓപ്ഷനിൽ സൂമിങ്ങിൻ്റെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സൂമിങ്ങിൻ്റെ ഓപ്ഷൻസ് കൊടുത്താൽ വീഡിയോ നന്നായി സൂം ചെയ്ത് വരുന്നതാണ്. അത് ക്രോസ് സൂം ഉണ്ട്, അതുപോലെ ബോക്സസ് ആയിട്ട് കൊടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട്. നിങ്ങൾക്ക് ഏതാണോ ഇൻട്രസ്റ്റ് അത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഇത് ഈ ബോട്ടിലിന്റെ മുകൾ ഭാഗത്ത് ഇത് മൊത്തമായിട്ടൊന്ന് ഒട്ടിക്കും. So I've come to the conclusion, just a rotten piece of fruit. So I'll end up ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ബോട്ടിൽ ആർട്ട്. ഇത് നല്ലോണം കളർ ചേഞ്ച് ഒക്കെ വരുത്തി നല്ല ഡിസൈൻ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കടക്കം ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബും ചെയ്യണം. So I've come to the conclusion, I'm just one man amongst thousands. In this world I'll load them, sure they'll do fine without me. The chemicals in my head don't work as yours, 'cause every piece of road is a little bit of happiness. Every kind of load causes a little bit less regret. എല്ലാവർക്കും Let me get closer to that light. Let me go under the എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. ഗിൽറ്റർ പേപ്പർ ആണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമുക്ക് അതിനുവേണ്ട സാധനങ്ങൾ നോക്കാം. ആദ്യം തന്നെ പല തരത്തിലുള്ള ഗിൽറ്റർ പേപ്പർ വേണം. ഒരു ക്ലീൻ ചെയ്ത ബോട്ടിൽ വേണം. പിന്നെ ജസ്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്യാൻ ഒരു കത്രിക വേണം. ആദ്യം നമ്മൾ ഒരു ട്രയാങ്കിളിന്റെ ഷേപ്പില് കുറച്ച് ഗിൽറ്റർ പേപ്പർ ഇതുപോലെ മുറിച്ചെടുക്കണം. ഇത് പല നിറത്തിലുള്ളത് വേണം. നമുക്ക് ഇതുപോലെ കിട്ടും. അതുപോലെ ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണിത്. ഇനി നമ്മൾ ഇത് ഈ ബോട്ടിലിന്റെ മുകൾ ഭാഗത്ത് ഇത് മൊത്തമായിട്ടൊന്ന് ഒട്ടിക്കുകയാണ്.
ഞാൻ ഇതും ഗിൽറ്റർ പേപ്പർ മുഴുവനായി ഒട്ടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കുറേ ഗിൽറ്റർ പേപ്പർ യൂസ് ചെയ്തിട്ട് ആക്കാൻ പറ്റും. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ബോട്ടിൽ ആർട്ട്. ഇത് നല്ലോണം കളർ ചേഞ്ച് ഒക്കെ വരുത്തി നല്ല ഡിസൈൻ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. കുട്ടികൾക്കടക്കം ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബും ചെയ്യണം. അങ്ങനെ എല്ലാ എഫക്ട്സും കൊടുത്തതിന് ശേഷം നമുക്ക് ഏത് ഭാഗം തൊട്ട് ഏത് ഭാഗം വരെയാണോ എക്സ്പോർട്ട് ചെയ്യാനുള്ളത് ആ ഭാഗം ഐ വെച്ച് സ്റ്റാർട്ടിംഗ് പോയിൻറ്റും ഒ വെച്ച് എൻഡിങ് പോയിൻറ്റും മാർക്ക് ചെയ്ത് വെക്കുക. അതിന് ശേഷമാണ് എക്സ്പോർട്ട് ചെയ്യാറ്. അങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഏകദേശം ഈ രൂപത്തിൽ കിട്ടും. അപ്പോൾ നമുക്ക് വേണ്ട ഭാഗം മാത്രം ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഫയൽ പോയിട്ട് എക്സ്പോർട്ട് എന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മീഡിയ വരും. അതിൽ മീഡിയ എന്ന് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു വിൻഡോ ഓപ്പണായി വരും. അതിൽ എൻ്റർ സീക്വൻസ് കൊടുക്കുക, ഫിറ്റ് എന്നുള്ളവിടെ. അതുപോലെ വെർഷൻ H.6 കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആക്കാൻ പോകുന്ന യൂട്യൂബ് വീഡിയോ ആണ്. അപ്പോൾ യൂട്യൂബിൻ്റെ അത് സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് ഏകദേശം ഇങ്ങനെ കിട്ടും. അതിനുശേഷം താഴെ യൂസ് മാക്സിമം റെൻഡർ ക്വാളിറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്വാളിറ്റി കൂടുന്നതായിരിക്കും. അതിനുശേഷം എക്സ്പോർട്ട് അടിച്ചു കഴിയുമ്പോൾ ആ വീഡിയോ എക്സ്പോർട്ടായി നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടണിന് അരികെ കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.